കൊല്ലം എം പിയായ NK പ്രേമേന്ദ്രൻ തോൽപ്പിക്കാൻ 600 കോടി രൂപയുടെ ESI മെഡിക്കൽ കോളേജ് തന്നെ കൊല്ലത്തിനും സംസ്ഥാനത്തിനും വേണ്ടെന്ന് വയ്ക്കുക. ഇതാണ് CPMൻ്റെ ആ പാർട്ടി സ്പിരിറ്റ്. അതിന് LDFിൻ്റെ നശീകരണ നയമല്ല ഇനി വേണ്ടത്, UDFിൻ്റെ വശീകരണ നയമാണ്. എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരുന്ന ESI മെഡിക്കൽ കോളേജ്, എയിംസ് തുടങ്ങിയ വൻകിട കേന്ദ്ര പദ്ധതികൾ LDFുകാർ പാരവെച്ച് മുടക്കുന്നത്? അവർ കിനാലൂരടക്കം ചിലയിടങ്ങളിൽ കേന്ദ്ര പദ്ധതിക്ക് സ്ഥലം എടുത്തിട്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ കിനാലൂരിൽ 151 ഏക്കർ സംസ്ഥാന സർക്കാർ എയിംസിൻ്റെ പേരിൽ എടുത്തു. അവിടെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ മതി, മറ്റൊരിടത്തും വേണ്ട എന്ന കാടൻ കടുംപിടുത്ത നയമാണ് LDF ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എന്തിനാണ്? ഇതിനാണ്. എയിംസ് വരുമ്പോഴുള്ള റിയൽ എസ്റ്റേറ്റ് ബൂസ്റ്റിംഗ് പ്രതീക്ഷിച്ച് ചില ലോബികൾ ആവശ്യത്തിന് വസ്തുക്കൾ നിസ്സാര വിലയ്ക്ക് കിനാലൂരിന് ചുറ്റും വാങ്ങി കാത്തിരിപ്പുണ്ട്. CPMന് അവരെ നല്ലതുപോലെ വളവും വെള്ളവും കൊടുത്ത് വളർത്തിയാലല്ലേ, അവരെ സന്തോഷിപ്പിച്ചാലല്ലേ വയറു നിറയ്ക്കാൻ പറ്റൂ. അതാണ് സുരേഷ് ഗോപി പറയുന്നത്, ആലപ്പുഴയിൽ 200 ഏക്കർ സ്ഥലമേറ്റി തരൂ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ 200 ഏക്കർ തരൂ എന്ന്. ഇവിടെങ്ങും CPMൻ്റെ റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് സ്ഥലം കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. കൊല്ലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് NK പ്രേമേന്ദ്രന് തന്നെയാണ്. UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അവിടെ ESI മെഡിക്കൽ കോളേജ് തുടങ്ങിയിരിക്കും. സുരേഷ് ഗോപിയെ സഹകരിപ്പിച്ച് UDF കേരളത്തിൽ എയിംസും കൊണ്ടുവരണം. ഞങ്ങളുടെ ഉള്ളപ്പോൾ ഒരു പരന്നാറിയായ പ്രേമേന്ദ്രൻ MP അങ്ങനെ കൊല്ലത്ത് തൊഴിലാളികൾക്കായി മെഡിക്കൽ കോളേജ് കൊണ്ടുവരേണ്ട എന്നതാണ് CPMൻ്റെ വരട്ട് ന്യായം. നായ എങ്ങനെ കച്ചിയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. പശു കച്ചി തിന്നായി എത്തുമ്പോൾ നായ പശുവിന് നേരെ കുതിച്ചു ചാടും. രാജ്യത്തെ ESI ബോർഡിലെ ഒരു അംഗമാണ് NK പ്രേമേന്ദ്രൻ. രാജ്യത്ത് 10 ESI മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ ബോർഡ് തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലും തൻ്റെ നിയോജക മണ്ഡലമായ കൊല്ലത്തും ഒരു മെഡിക്കൽ കോളേജ് വേണ്ടതിൻ്റെ ആവശ്യകത NK പ്രേമേന്ദ്രൻ ബോർഡിനെ ധരിപ്പിച്ചു. മറ്റെന്ത് കുറ്റങ്ങൾ പറഞ്ഞാലും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളിലുള്ള ചടുലതയും അത് നടപ്പാക്കുന്നതിലെ വേഗതയും അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. രാജ്യത്താകമാനം നിലവിൽ വരാനുള്ള 10 ESI മെഡിക്കൽ കോളേജുകളിലൊന്ന് കൊല്ലത്തിന് നൽകാൻ പ്രേമേന്ദ്രൻ്റെ ശക്തമായ ആവശ്യാർത്ഥം ബോർഡ് തീരുമാനിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. വിവരം ESI ബോർഡും NK പ്രേമേന്ദ്രനും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. അരകല്ലിന് കാറ്റുപിടിച്ച മാതിരി സംസ്ഥാന സർക്കാർ അനങ്ങാ പാറ പോലെ നിൽക്കുന്നു. ESI മെഡിക്കൽ കോളേജ് വന്നാൽ മെഡിക്കൽ ബിരുദ പഠനത്തിന് തൊഴിലാളികളുടെ മക്കൾക്ക് പ്രത്യേക റിസർവേഷൻ ഉണ്ടാകും. കൊല്ലം കശുവണ്ടി തൊഴിലാളികളുടെ ഈറ്റില്ലമാണ്. കശുവണ്ടി തൊഴിലാളികളുടെ പാവപ്പെട്ട വീടുകളിൽ നിന്നും വർഷാവർഷം ചുരുങ്ങിയ ചെലവിൽ MBBS ഡോക്ടർമാർ പഠിച്ചിറങ്ങും. അത് വേണ്ട എന്നാണ് CPMൻ്റെ ആ ഒരിത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രഖ്യാപനം വന്നയുടൻ തന്നെ ആവശ്യമായ രേഖകളൊക്കെ സമർപ്പിച്ചു. 1 രൂപ പോലും സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട 600 കോടി രൂപയാണ് ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി കേന്ദ്രം മുടക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ അതിന് ചുറ്റും ചെറിയ ടൗൺഷിപ്പ് ഉണ്ടാകും. കുറേ കുടുംബങ്ങൾ അതിലൂടെയും ജീവിക്കും. പക്ഷേ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടേയില്ല. പാർലമെൻറ്റ് സെഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രേമേന്ദ്രൻ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. അപ്പോൾ പിന്നെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാനം വീണ്ടും നൽകിയില്ല. കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പറയുന്ന നടക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. പരിധി കഴിഞ്ഞപ്പോൾ ESI ബോർഡ് അലോട്ട്മെൻറ്റ് കേരളത്തിൻ്റെ റദ്ദാക്കുകയും ചെയ്തു. കൊല്ലത്തെ മൾട്ടി ലെവൽ വെഹിക്കിൾ പാർക്കിംഗ് എത്ര വേഗത്തിലാണ് പ്രേമേന്ദ്രൻ പണി പൂർത്തിയാക്കിയത്. അതേപോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുനരുദ്ധാരണം തീരുമാനിച്ച കാലയളവിൽ തന്നെ പൂർത്തീകരിക്കുന്ന തീവ്ര യജ്ഞത്തിലാണ്. ഇതിനൊക്കെ സമയാസമയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകി കൊല്ലം MP ആയ പ്രേമേന്ദ്രൻ സജീവമായി മുന്നിൽ തന്നെയുണ്ട്. CPMന് ഒരു കാലത്തും സംസ്ഥാന താല്പര്യമെന്നില്ല. ക്യാൻസർ ചികിത്സയ്ക്ക് പേര് കേട്ടിടമാണ് അമേരിക്കയിലെ ലോക പ്രശസ്ത മയോ ക്ലിനിക് ആൻഡ് റിസർച്ച് സെൻറ്റർ. ഇത് സഖാക്കൾ മുദ്രാവാക്യം പോലെ വിളിച്ചു പറയുന്നതാണ്. ആ സെൻറ്റർ തേക്കടിയിൽ സ്ഥാപിക്കാൻ അവർ തീരുമാനമെടുത്തപ്പോൾ എന്തൊരു പുകലായിരുന്നു. അവരെ ഓട്ടിച്ചു വിട്ടു. CPMലെ ബുദ്ധിജീവികൾ പറഞ്ഞ കാരണം മലയാളികളിൽ അവർ മരുന്ന് പരീക്ഷിക്കും, ഗിനിപ്പന്നികളാക്കുമെന്നൊക്കെയാണ്. അവർ നേരെ പോയി അത് സിംഗപ്പൂരിൽ ആരംഭിച്ചു. ഇപ്പോൾ സഖാക്കളൊക്കെ ചികിത്സിക്കാൻ സിംഗപ്പൂരിലും അമേരിക്കയിലും പോകും. എങ്ങനെ? കേരളത്തിലെ ഖജനാവിലെ പണമെടുത്ത് കുടുംബസമേതം ഒരു മെഡിക്കൽ ടൂർ. ദുബായ് ഹോൾഡിംഗ് കമ്പനി കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി നിർമ്മിക്കാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്തിന് പദ്ധതിയുമായി വന്നു. അവിടെ ബ്രാഞ്ച് TCOM-ആണ് സർക്കാരുമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. 86% TCOM-ഉം 14% സംസ്ഥാന സർക്കാരും. ഒരു പ്രോജക്റ്റിൻ്റെ 86% എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഡോളറാണ്. റിയൽ എസ്റ്റേറ്റ് കൊള്ള എന്ന് പേരിട്ട് CPM-കാർ അതിനെ മുടക്കി. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ VD സതീശൻ മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയുമായാൽ കേരളത്തിലെ ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് നാട്ടിൽ തന്നെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന വിധം ക്യാപിറ്റൽ ഫ്ലോയിൽ നിരവധി കമ്പനികൾ വരുമെന്നത് ഉറപ്പാണ്. കിൻഫ്ര പോലുള്ള വിജയകരമായ പദ്ധതി കൊണ്ടുവന്നത് ഇവരൊന്നുമല്ല, കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേരളം കഴിവിനൊത്ത് വികസിക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമ്മുടെ യുവാക്കൾ പരദേശികളെ അലയരുത്. അതിന് LDFിൻ്റെ നശീകരണ നയമല്ല വേണ്ടത്, UDFിൻ്റെ വശീകരണ നയമാണ്. UDF വരും, കേരളം മാറുമെന്നതിൽ ഒരു സംശയവുമില്ല.